ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഫ്ലോറസിൽ നിന്നും കുപ്പാങ് എത്തി. ഇന്തോനേഷ്യൻ പ്രവിശ്യയായ ഈസ്റ്റ് നൂസ തെങ്കാരയുടെ തലസ്ഥാനമാണ് കുപ്പാങ്. കൊമോഡോ നാഷണൽ പാർക്കും ഫ്ലോറസും ഞാനിപ്പോൾ ഉള്ള വെസ്റ്റ് തിമൂറും ഒക്കെ ഉൾപ്പെടുന്ന പ്രവിശ്യയാണ് ഈസ്റ്റ് നൂസ തെങ്കാര. എൻ്റെ യാത്രാ പ്ലാനിൽ ഇല്ലാതിരുന്നൊരു സ്ഥലമാണ് കുപ്പാങ്. ബാലിയിലേക്കുള്ള ഫ്ലൈറ്റ് ഈ വഴി വരുന്നത് കൊണ്ട് മാത്രം വന്നതാണ് ഇവിടെ. എനിക്ക് ഇവിടെയുള്ള 5 മണിക്കൂർ ട്രാൻസിറ്റിനിടയിൽ പോകാൻ പറ്റാവുന്ന ഏതെങ്കിലും സ്ഥലം ഇതിനടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എയർപോർട്ടിന് പുറത്തിറങ്ങി. അധികം ടൂറിസ്റ്റുകൾ വരാത്ത സ്ഥലമായതുകൊണ്ടാവണം ടാക്സി വേണോ ഹോട്ടൽ വേണോ എന്നൊക്കെ ചോദിച്ച് പുറകെ നടക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ ഗ്രാബ് ഉപയോഗിച്ച് മോട്ടോർ സൈക്കിൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള ഊബർ പോലെയുള്ള ഒരു ആപ്പാണ് ഗ്രാബ്. ടാക്സി കൂടാതെ മോട്ടോർ സൈക്കിൾ ടാക്സിയും ഇത് വെച്ച് ബുക്ക് ചെയ്യാം. നെറ്റിൽ നോക്കിയപ്പോൾ ഇവിടെ അടുത്ത് 2-3 ബീച്ചുകളും പിന്നെ ഒരു ക്രിസ്റ്റ കേവുമാണുള്ളത്. ഞാൻ ക്രിസ്റ്റ കേവിലേക്ക് പോകാനാണ് പ്ലാൻ. ഗ്രാബ് ആപ്പിൽ 45 മിനിറ്റാണ് ഇവിടെ നിന്ന് അവിടത്തേക്ക് കാണിക്കുന്നത്. മുന്നേ ദൂരെ കടൽ കാണാം. തിമോർ ദ്വീപിന്റെ പകുതി ഇന്തോനേഷ്യയിലും മറ്റേ പകുതി 1999 രൂപീകൃതമായ ഈസ്റ്റ് തിമോർ എന്നൊരു രാജ്യവുമാണ്. ഫ്ലോറസിന്റെ അത്ര പച്ചപ്പിലെ തിമോർ ദ്വീപിന് കൂടാതെ നല്ല വെയിലുമാണ്. ഫ്ലോറസിന്റെ സൗത്ത് കോസ്റ്റിൽ നിന്ന് കണ്ട സാവുകടലാണിത്. ക്രിസ്റ്റ കേവിലേക്ക് ഇവിടുന്ന് കുറച്ച് നടക്കണം. എന്റെ വഴികാട്ടിയാണ് മുന്നിൽ നടക്കുന്നത്. ക്രിസ്റ്റ കേവ് എന്നെഴുതിയ ചെറിയൊരു ബോർഡ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഗുഹയിലേക്ക് ഈ കാണുന്ന പാറക്കെട്ടുകളുടെ അടിയിലേക്ക് ഇറങ്ങണം. നല്ല ഇരുട്ടാണ്, ടോർച്ച് വേണം. മുകളിൽ ചെറിയൊരു വെളിച്ചം കാണുന്നതാണ് ഞാൻ വന്ന വഴി. ഉച്ചസമയത്ത് ചെറിയൊരു വിടവിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങുമ്പോൾ ഈ ഗുഹയിലെ വെള്ളം ക്രിസ്റ്റൽ പോലെ വെട്ടിത്തിളങ്ങും. അങ്ങനെയാണ് ഈ പേര് കിട്ടിയത്. അല്ലാതെ സമയങ്ങളിൽ വെള്ളത്തിലേക്ക് ടോർച്ച് അടിച്ച് നോക്കിയാലും മതി. കണ്ട നീല നിറത്തിൽ തിളങ്ങുന്നത് ക്രിസ്റ്റൽ പോലെ തന്നെ ഇല്ലേ? ഗുഹയിലെ വെള്ളം കടൽ വെള്ളവും മഴവെള്ളവും മിക്സ് ആയതാണ്. ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വരാം. വെള്ളത്തിനടിയിലേക്ക് നോക്കട്ടെ. ചില ഭാഗങ്ങളിൽ നല്ല ആഴമുണ്ട്, പക്ഷെ ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണുന്നില്ല. ഇവരൊക്കെ ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിൽ നിന്ന് വന്നവരാണ്. ഇവിടെ ഒരുപാട് നേരം നിൽക്കാൻ സമയമില്ല. എയർപോർട്ടിലേക്ക് തിരിച്ചു പോകണം. ഇവിടെ നോക്കുമ്പോൾ ഗ്രാബ്, ടാക്സി, മോട്ടോർ സൈക്കിൾ ഒന്നും അവൈലബിൾ അല്ല. മെയിൻ റോഡിലേക്ക് പോയി നോക്കട്ടെ. 2 പേരും മോട്ടോർ സൈക്കിളിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. You have home? Home? No, I'm going to airport. Rumahnya apa? From India. Yeah, you have from India. Ini home. You have home. No, I need to go airport. അവരെന്നോട് എന്താ ചോദിച്ചെന്ന് ഒരു പിടിയില്ല. ഹോം എന്ന് പറഞ്ഞത് മാത്രം മനസ്സിലായി. മെയിൻ റോഡിൽ നിന്ന് എയർപോർട്ടിലേക്ക് മോട്ടോർ സൈക്കിൾ ടാക്സി കിട്ടി. ഇപ്പൊ സ്കൂൾ വിടുന്ന സമയമാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും സ്കൂൾ കുട്ടികളാണ്. എന്റെ ഫ്ലൈറ്റിന് 1/2 മണിക്കൂർ മുന്നേ എയർപോർട്ട് എത്തി. കുപ്പാങ് എന്നാണ് സ്ഥലത്തിന്റെ പേരെങ്കിലും എൽത്താരി എന്നാണ് എയർപോർട്ടിന്റെ പേര്. ഇപ്പൊ ബാലിയിലേക്കുള്ള ഫ്ലൈറ്റിലാണ്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഫ്ലൈറ്റിൽ നിന്ന് താഴെ നോക്കുമ്പോൾ എന്ത് ഭംഗിയാ.
അപ്പൊ ഇനി ബാലി എത്തിയിട്ട് കാണാം.